ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആലിയ കട്ട് മോഡലിൽ ഒരു ഷോർട്ട് ടോപ്പാണ് കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതെൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, വലിയവർക്ക് വേണ്ടിയിട്ടല്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 1.5 മീറ്റർ മെറ്റീരിയലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മെറ്റീരിയൽ ഒന്ന് നിവർത്തിയിട്ട് 4ആയിട്ട് മടക്കിയിടുന്നുണ്ട്. 4ആക്കി മടക്കിയതിന് ശേഷം നമ്മുടെ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റണം. എന്നാലാണ് നമുക്ക് മെറ്റീരിയൽ നല്ല കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് മെറ്റീരിയലിൻ്റെ ഫുൾ ലെങ്ത്ത് നോക്കാം. ഞാൻ ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 23 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 25 ഇഞ്ചാണ് ഞാൻ ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഫുൾ ലെങ്ത്ത് നമുക്കൊന്ന് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ നെക്ക് വിഡ്ത്തും ഷോൾഡറൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അടുത്തത് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്തും കൂടി ചേർത്തിട്ട് നമ്മൾ 4.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. 4 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് 5 ഇഞ്ച് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു. അതേ 5 ഇഞ്ച് താഴോട്ട് വരച്ചിട്ട് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ച് ആം ഹോളിനായിട്ട് മാർക്ക് ചെയ്തതിൻ്റെ താഴത്തായിട്ട് നമ്മൾ ചെസ്റ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ചെസ്റ്റ് റൗണ്ട് 8 ഇഞ്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ ആം ഹോൾ വരയ്ക്കാനുള്ള എൽ ഷേപ്പ് കിട്ടി. ഇനി ഇതുപോലെ ആ കോർണറിൽ നിന്ന് നമ്മളൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെയാണ് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കുട്ടികൾക്കായതുകൊണ്ടാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. വലിയവർക്കാണെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുക്കും. ഇനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. കുട്ടികൾക്കായതുകൊണ്ടാണ് 2.5 ഇഞ്ച് എടുക്കുന്നത്. വലിയവർക്കാണെങ്കിൽ 3 ഇഞ്ചോളം എടുക്കും. നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ലെങ്ത്ത് ഞാനൊരു 9.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ 9.5 ഇഞ്ചിൽ ടാപ്പ് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേസ്റ്റ് റൗണ്ട് ആയിട്ട് ഞാനൊരു 7.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. 7.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാണ് കേട്ടോ 7.5 ഇഞ്ച് എടുക്കുന്നത്. 6 ഇഞ്ച് മതി. 6 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പ് ഞാൻ ഇതുപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഇപ്പോൾ ഒരുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് ആലിയ കട്ടിൻ്റെ ഡിസൈനിൽ നമ്മളൊരു ക്രോസിങ് കൊടുത്തിട്ട് ഞൊറിവ് വെച്ച് കൊടുക്കുന്നത്. ബാക്കിൽ ഞൊറിവ് വെച്ച് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതേ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡ് അങ്ങോട്ട് മാറ്റിയിടാം. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് മാത്രം ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ബാക്ക് സൈഡാണ് മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി ഇവിടെയാണ് നമുക്ക് ആലിയ കട്ടിൻ്റെ ഡിസൈനിലൊരു ക്രോസിങ് കൊടുത്തിട്ട് ഞൊറിവ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഒരു 4 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ തന്നെ ടാപ്പ് വെച്ചിട്ട് നമ്മൾ താഴത്തേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി 4 ഇഞ്ചിൽ അവിടെ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് നമുക്കൊരു ഇതുപോലൊരു ക്രോസിങ് കൊടുക്കാം. ഇനി ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഷേപ്പ് വരുന്ന ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് മാർക്ക് ചെയ്യുന്നില്ല. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈനാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് തയ്യൽ തുമ്പ് വരുന്ന ഭാഗമാണ്. അപ്പോൾ അവിടെ ഇപ്പം ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഞൊറിവ് വെച്ച് കൊടുക്കണം. ഇനി അതൊന്ന് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഞൊറിവ് വെച്ച് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഞാൻ 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എത്ര ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടത്, അതിൻ്റെ ഫുൾ ലെങ്ത്തും നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 25 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഒരു 10 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് ഉള്ളത്. ഇനി നമുക്ക് ബാലൻസ് ഒരു 15 ഇഞ്ചും കൂടി ആയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ ഫുൾ ലെങ്ത്ത് ഒരു 25 കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത മെറ്റീരിയലിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്തില്ലേ 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതുപോലെ ലാസ്റ്റ് നമ്മളിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ 4 ഇഞ്ചിൽ നിന്ന് നമ്മൾക്ക് ആ ഒരു മടക്കിയിട്ട ആ ഒരു ഭാഗം വരെ നമുക്കൊന്ന് ഒരു ക്രോസ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ 4 ഇഞ്ച് നേരത്തെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെയും 4 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഒന്ന് വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കയ്യിൻ്റെ ആ ഒരു മെറ്റീരിയൽ ഞാൻ ലാസ്റ്റാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം കഴുത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിതിനൊരു വി നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 4 ഇഞ്ചാണ്. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു വി നെക്ക് മോഡൽ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു സൈഡ് മടക്കി തയ്ച്ചിട്ട് തുന്നിയെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി വേണം. ബാക്ക് നെക്കിനും നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ച് തന്നെയാണ്. ബാക്കിലെ ലെങ്ത്ത് എന്ന് പറയുന്നത്, കഴുത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഞാൻ 3.5 ഇഞ്ചാണ് 2.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് നമ്മുടെ മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സൈഡ് 3 വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ആ കട്ട് പീസ് നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ആ മാർക്കിലൂടെ നമ്മുടെ കഴുത്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ മാർക്കിലൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ആ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് തയ്ച്ച ആ ഒരു കട്ട് പീസ് ഉണ്ടല്ലോ അതൊന്ന് ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് മറിച്ച് വെച്ചിട്ട് നമുക്കത് ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം. സ്റ്റിച്ചിൻ്റെ അടുത്ത് കൂടി തന്നെ ഒന്ന് നല്ല വൃത്തിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്ക് നെക്കിന് നമ്മൾ ഇതുപോലൊരു കട്ട് പീസിൽ നമ്മൾ ബാക്ക് നെക്കിൻ്റെ ആ ഒരു എത്രയാണോ ഇറക്കവും വിഡ്ത്തൊക്കെ വേണ്ടതെങ്കിൽ അതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഞൊറിവ് വെക്കേണ്ട ഭാഗത്ത് നമ്മൾ ഞൊറിവ് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഞൊറിവ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഞൊറിവിടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യാറ് നമ്മുടെ സ്റ്റിച്ചിങ് ഒന്ന് വലുതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയ സ്റ്റിച്ചിങ് അല്ലാതെ സ്റ്റിച്ചിങ്ങിന് വലിപ്പം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് നമ്മളിതുപോലെ മടക്കൊന്നും ചെയ്യാതെ വെറുതെ അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു നൂല് ഇതുപോലെ ഇങ്ങനെ പിടിച്ച് പതുക്കെ വലിച്ചു കൊടുക്കുക. നൂല് പൊട്ടരുത്, പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. ഇതുപോലെ പതുക്കെ ഇങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഞെറികൾ പോലെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സൈഡിൽ നിന്ന് നൂല് പതിയെ ഇങ്ങനെ വലിച്ചിട്ട് ഞൊറിവുകൾ ഉണ്ടാക്കുക. ഇപ്പോൾ അത്യാവശ്യം ഞൊറിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരു ക്രോസ് ആയിട്ട് ആലിയ കട്ട് മോഡലിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ആ നടുവിൽ ഭാഗത്ത് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയല്ലേ നമ്മൾ ഞെറിവിലും ക്രോസ് ആയിട്ടുള്ള ഭാഗമുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലായിടത്തും പിൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് മുതൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ എല്ലായിടത്തും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഞൊറിവും നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്രോസ് പീസ് ഉണ്ടല്ലോ അതും കൂടെ വെച്ചിട്ട് അതിൻ്റെ ലെവലിലേക്ക് തന്നെ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കറക്റ്റായിട്ട് ആ ആലിയ കട്ട് ഡിസൈനിൽ തന്നെ നമുക്ക് ആ ഞൊറിവുകളൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട കൈയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റീരിയലിനെ 4 ആക്കി മടക്കിയിടുന്നുണ്ട്. 4 ആക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ സ്ലീവ് ലെങ്ത്ത് എത്രയാണ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. സ്ലീവ് ലെങ്ത്ത് ഞാൻ ഒരു 3/4 കൈയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ചെറിയ കൈ വേണ്ടവർക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് തയ്യൽ തുമ്പ് അടക്കം ഞാനൊരു 14 ഇഞ്ചാണ് ഞാൻ സ്ലീവ് ലെങ്ത്ത് ആയിട്ട് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ റൗണ്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ സ്ലീവ് റൗണ്ട് എത്രയാണ് ഓരോരുത്തരുടെ സ്ലീവ് റൗണ്ട് അതാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ സ്ലീവ് റൗണ്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഒരു 5.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ സ്ലീവ് റൗണ്ട് കൊടുക്കുന്നത്. സ്ലീവ് റൗണ്ട് ഞാനൊരു 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് കൈക്കുഴിയും കൈയിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ വരയണം. അപ്പോൾ അതിന് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു ലൈന് കൊടുക്കണം. ഈ ഒരു ലൈന് കൊടുക്കേണ്ടത് നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ തയ്യൽ തുമ്പ് ഒഴിവാക്കിയിട്ടുള്ള ആ അളവുണ്ടല്ലോ ആ അളവിലേക്കാണ് നമ്മൾ ഒരു ലൈന് കൊടുക്കേണ്ടത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ തയ്യൽ തുമ്പ് ഒഴിവാക്കിയിട്ട് ഒരു 6.5 ഇഞ്ചാണ് എനിക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ചെസ്റ്റ് റൗണ്ട് ഞാനൊരു 8 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ ഞാനൊരു 6.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 6.5 ഇഞ്ചിൽ നമ്മൾ ഇനി സ്കെയിൽ വെച്ചിട്ട് നമ്മൾ സ്ലീവ് റൗണ്ട് എത്രയാണോ എടുത്തിരിക്കുന്നത്, അപ്പോൾ ഞാൻ സ്ലീവ് റൗണ്ട് ഞാനൊരു 5.5 ഇഞ്ചാണ് ഞാൻ സ്ലീവ് റൗണ്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ സ്ലീവ് റൗണ്ടിലേക്ക് നമ്മുടെ ആ ഒരു ചെസ്റ്റ് റൗണ്ട് ഒഴിവാക്കിയിട്ടുള്ള 6.5 ഞാൻ സ്ലീവ് റൗണ്ടിലേക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കൈയിൻ്റെ ആ ഒരു മോഡൽ വരച്ചു കൊടുക്കാം. ഏകദേശം ആ ഒരു നമ്മുടെ ആ ഒരു വരയിലിൻ്റെ ഒരു പകുതി വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കർവ് മോഡലിൽ അങ്ങോട്ട് വരച്ചെടുക്കുകയാണ് വേണ്ട കേട്ടോ. കൈയിൻ്റെ ഒരു മോഡലുണ്ടല്ലോ ഇങ്ങനെ കർവ് പോലെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. എന്നാലാണ് നമുക്ക് ആ കറക്റ്റ് ആ ആം ഹോള് റെഡി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് കൈയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിൽ കൈയൊക്കെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ കൈയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.